പ്രധാന വാർത്തകൾ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പി കെ കുഞ്ഞനന്ദനും കെ സി രാമചന്ദ്രനും ഉൾപ്പെടെ 12 കുറ്റക്കാർ. പി മോഹനനടക്കം 24 പേരെ വെറുതെ വിട്ടു. കൊടിസുനിയും കിർമാനി മനോജുമടക്കം 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായി കോടതി. ശിക്ഷയിന്മേലുള്ള വാദം നാളെ തുടങ്ങും. കൊലപാതകത്തിൽ CPM പങ്ക് വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല. CPM പൂർണ്ണമായും കുറ്റവിമുക്തമാക്കപ്പെട്ടതായി പിണറായി വിജയൻ. കുറച്ച് പാർട്ടിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് VS അച്യുതാനന്ദൻ. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് കെ രമ. CBI അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ. തന്നെയും കുടുംബത്തെയും വേട്ടയാടുകയായിരുന്നുവെന്ന് പി മോഹനൻ. സംസ്ഥാനത്തിന്റെ കടബാധ്യത 1 ലക്ഷം കോടി കവിഞ്ഞു. വളർച്ചാ നിരക്ക് 28.51%. കാർഷികോൽപാദനത്തിലും വ്യവസായ മേഖലയിലും ഇടിവ്. 2012-13 സാമ്പത്തികാവലോകന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീട പോരാട്ടം മുറുകുന്നു. 488 പോയിന്റോടെ ആതിഥേയരായ പാലക്കാട് 1ാം സ്ഥാനത്ത്. 487 പോയിന്റുമായി തൃശൂർ തൊട്ടുപിന്നിൽ. ന്യൂസിലൻഡിനെതിരായ 2ാം ഏകദിനത്തിലും ഇന്ത്യക്ക് തോൽവി. ന്യൂസിലൻഡ് ജയിച്ചത് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം. ഏകദിന ക്രിക്കറ്റിലെ 1ാം റാങ്ക് ഇന്ത്യക്ക് നഷ്ടമായി. കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതക കേസാണ് ടി പി ചന്ദ്രശേഖരൻ്റേത്. ഇന്ന് പ്രത്യേക കോടതി വിധി പറയുമ്പോൾ കേരളം വീണ്ടും ആ കേസ് ചർച്ച ചെയ്യുകയാണ്. 76 പ്രതികളുണ്ടായിരുന്ന കേസിൽ 12 പേരാണ് കുറ്റക്കാരാണെന്ന് പ്രത്യേക കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾ ഇവരാണ്: MC അനൂപ് 1ാം പ്രതി. കൊലപാതകം, കലാപമുണ്ടാക്കൽ, നിയമവിരുദ്ധമായി സംഘചേരൽ എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടത്. ഗൂഢാലോചന കുറ്റം കോടതിയിൽ തെളിയിക്കാനായില്ല. കിർമാനി മനോജ്, കൊടിസുനി എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. കൊലപാതകം, കലാപമുണ്ടാക്കൽ, നിയമവിരുദ്ധമായി സംഘചേരൽ, സ്ഫോടക വസ്തു നിരോധ നിയമം എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ടത്. ഗൂഢാലോചന കുറ്റം ഇവർക്കെതിരെയും തെളിയിക്കാൻ കഴിഞ്ഞില്ല. 4ഉം 5ഉം പ്രതികൾ TK രജീഷും മുഹമ്മദ് ഷാഫിയുമാണ്. അണ്ണൻ ഷിജിത്ത്, ഷിനോജ് എന്നിവരാണ് 6ഉം 7ഉം പ്രതികൾ. കൊലപാതകം, നിയമവിരുദ്ധമായ സംഘചേരൽ, കലാപമുണ്ടാക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ടത്. ഗൂഢാലോചന കുറ്റം ഇവർക്കെതിരെയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വായപ്പടച്ചി റഫീഖാണ് 18ാം പ്രതി. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. കുഞ്ഞനന്ദൻ, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ് എന്നിവരാണ് ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ലംബു പ്രദീപൻ 31ാം പ്രതിയാണ്. ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിവ് നശിപ്പിക്കൽ ആണ്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അംഗം പി മോഹനൻ കുറ്റവിമുക്തനായതാണ് TP കേസ് വിധിയിൽ CPMന് ഏറ്റവും വലിയ ആശ്വാസമായത്. മോഹനൻ അറസ്റ്റിലായതോടെയാണ് TP കേസിൽ CPM കൂടുതൽ പ്രതിരോധത്തിലായത്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട അന്നു മുതൽ CPM ആയിരുന്നു പ്രതിക്കൂട്ടിൽ. CPM പ്രാദേശിക നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഈ വാദം ബലപ്പെട്ടു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അംഗം പി മോഹനൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ പാർട്ടി കടുത്ത പ്രതിസന്ധിയിലായി. TP ചന്ദ്രശേഖരന്റെ വധം പാർട്ടിയുടെ കോഴിക്കോട്, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളുടെയും സംസ്ഥാന നേതൃത്വത്തിലെ ചിലരുടെയും അറിവോടെയാണെന്ന ആരോപണത്തിന് പി മോഹനന്റെ അറസ്റ്റ് ആക്കം കൂട്ടി. അതുകൊണ്ട് തന്നെ പി മോഹനനെ കോടതി വെറുതെ വിട്ടത് പാർട്ടിക്ക് വലിയ ആശ്വാസമായി. ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ടായിരിക്കും CPM ഇനിയുള്ള പ്രചാരണം നടത്തുക. പി മോഹനനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന നേരത്തെയുള്ള വാദം കൂടുതൽ ശക്തമായി ഇനി CPM ഉന്നയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ CPMന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലും ഈ വിധി പ്രതിഫലിക്കും. TP ചന്ദ്രശേഖരന്റെ വധത്തിനു പിന്നിൽ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് പങ്കില്ലെന്ന CPMന്റെ വാദം കൂടുതൽ ബലപ്പെടുകയും ചെയ്യും. അതേസമയം കേസിൽ ഒത്തുതീർപ്പുണ്ടായെന്ന ആരോപണം ശക്തമാകാനും ഈ വിധിയിടയാക്കും. ഷിത, മീഡിയ 1 കോഴിക്കോട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം പി ശ്രീരാമകൃഷ്ണൻ MLA, CPM നേതാവ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന്, ഡോക്ടർ ആസാദ് RMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹവും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ഒപ്പം നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഉദയഭാനു കൊച്ചിയിൽ നിന്ന്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് P ശങ്കരൻ ന്യൂസ് ഫ്ലോറിൽ നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, കൊലപാതകത്തിൽ CPM പൂർണ്ണമായും കുറ്റവിമുക്തപ്പെട്ടു എന്നാണ് സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞത്. പക്ഷേ പി മോഹനൻ കുറ്റവിമുക്തനായി എന്ന ഒറ്റ കാരണം കൊണ്ട് CPM പൂർണ്ണമായും കുറ്റവിമുക്തമായി എന്ന് കരുതാനാവുമോ?
ശ്രീ പി ശ്രീരാമകൃഷ്ണൻ. ചോദ്യം വ്യക്തമായില്ല. CPM പൂർണ്ണമായും കുറ്റവിമുക്തമാക്കപ്പെട്ടു എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. പി മോഹനൻ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മാത്രം CPM ഈ കേസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായോ? അല്ല, ഈ സംഭവത്തെ സംബന്ധിച്ച് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ചർച്ചകളും സംവാദങ്ങളുമാണ് ഇതിൻ്റെ തുടക്കം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ ഖേദകരമായ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ നടന്നു. ഇത് ആദ്യത്തെ അതല്ല, അതിനുശേഷം അതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ആ കാര്യത്തിൽ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ കൊടുപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് CPIMൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ഇതുമായി എങ്ങനെ ബന്ധപ്പെടുത്താം, എത്രമാത്രം CPIM നേതാക്കളെ ഇതിൽ പ്രതികളാക്കി മാറ്റാം എന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫ്രെയിമിംഗ് ആണ് ഈ കേസിന് നടന്നത്. അതാണിവിടെ പൊളിച്ചടുക്കിയിരിക്കുന്നത് കോടതിയുടെ മുമ്പാകെ. പക്ഷേ പി ശ്രീരാമകൃഷ്ണൻ, അത് പൊളിഞ്ഞടുങ്ങുമ്പോഴും PK കുഞ്ഞനന്തനുണ്ട്, KC രാമചന്ദ്രനുണ്ട്, ബാക്കി കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുമുണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. രാമചന്ദ്രനാണെങ്കിലും കുഞ്ഞനന്തനാണെങ്കിലും പ്രാദേശിക പ്രവർത്തകരിൽ ചിലരാണെങ്കിലും അതൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല എന്നായിരുന്നല്ലോ. ചെറുമീനുകൾ പോരാ, വമ്പൻ സ്രാവുകളുണ്ടെന്നും ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്നും 2 ജില്ലയിലെ ജില്ലാതല നേതാക്കൾ ഒത്തൊരുമിച്ച് കൂടിയാലോചിച്ച ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്നും തുടങ്ങിയ നിലയിലല്ലേ ഇത് ആസൂത്രണം ചെയ്യപ്പെട്ടതും അതിനനുസരിച്ച് ആ ധാരണയുടെ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തലും ഇതിൽ പ്രാദേശികമായ സംഘർഷങ്ങളോ വ്യക്തിവൈരാഗ്യങ്ങളോ നയിച്ച കൊലപാതകമാണ് എന്ന് DGPയുടെ നിലപാടിനെ പരസ്യമായിട്ട് ആഭ്യന്തരമന്ത്രി തിരുത്തലും കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിൻ്റെ പ്രതികളെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രഖ്യാപിക്കലും എല്ലാം കഴിഞ്ഞതാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലെ ലക്ഷ്യം ഈ പ്രതികൾ ആരാണോ അവരെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല. എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ദുരുപയോഗിക്കുക, അതിൽ ചോര കുടിക്കാൻ എന്താണ് സാധ്യത? വലതുപക്ഷ രാഷ്ട്രീയത്തിന് പരമാവധി ചോര കുടിക്കാൻ കിട്ടുന്ന ഒരു ചാൻസായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തി ഒരു വിഭാഗം മാധ്യമങ്ങൾ അതിൽ വലിയ പങ്ക് വഹിച്ചു. അത്തരം പ്രചരണങ്ങളിൽ പ്രസക്തിയില്ല എന്നുള്ളത് വന്നു. ഈ കൊലപാതകത്തെ അപലപിക്കുന്നതിലോ ഇത് ശരിയായ നിലപാടായിരുന്നില്ല എന്ന് പറയുന്നതിലോ ഒരു മടിയും കാണിച്ചിട്ടില്ല. സത്യസന്ധമായ കേസ് അന്വേഷണത്തെ CPIM ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ അനാവശ്യമായി CPIMൻ്റെ നേതൃത്വത്തെ പിടിച്ചു വലിച്ചിഴക്കുന്നതിൽ കാണിച്ചിട്ടുള്ള അത്യുത്സാഹം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നതാണ് ഈ വിധിയുടെ പ്രത്യേകത. അതാണ് നമ്മൾ കാണുന്നത്. ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, തിരിച്ചെത്താം. ശ്രീ ശങ്കരൻ, 76 പ്രതികളുള്ള കേസ്, അതിൽ 12 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. ഈ കേസിൻ്റെ തുടക്കം മുതൽ ഈ കേസിൻ്റെ ഫ്രെയിമിങ്ങിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും എല്ലാം വീഴ്ചകൾ സംഭവിച്ചു എന്ന ഒരു തോന്നൽ ഒരു ഭാഗത്തുണ്ടാകുന്നു. കുറ്റമറ്റ രീതിയിലാണ് കേസ് അന്വേഷണം മുന്നോട്ട് പോയത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷേ അതേ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇപ്പോൾ CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതികൾ കുറ്റം ചെയ്തോ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇവിടെ ഒട്ടേറെ ആൾക്കാരെ പ്രതികളായിട്ട് കോടതിയിൽ വന്നിട്ടുണ്ട്. അതിൽ കോടതി ശിക്ഷിക്കപ്പെടേണ്ട പ്രതികൾ 12 ആൾക്കാരാണെന്ന് കോടതി വിധി എഴുതിയിരിക്കുന്നു. നാളെ അത് സംബന്ധിച്ച വാദം, എന്ത് ശിക്ഷ നൽകണമെന്ന വാദം നാളെ കോടതി കേൾക്കുകയാണ്. ഇതിൻ്റെ തുടക്കം മുതൽ പ്രതികളേറെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം ഏറ്റവും ഒടുവിൽ 36 പേർക്കെതിരായിട്ടാണ് കുറ്റാരോപണം നടത്തപ്പെട്ടത്. അവരെ പ്രതികളായിട്ട് അവസാനം തീരുമാനിച്ചത്. അതിലിപ്പം 12 ആൾക്കാരെ കുറ്റവാളികളായി കണ്ടു. പ്രോസിക്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തെളിവുകൾ കൊണ്ടുവന്നു. ആ മുഴുവൻ തെളിവുകളും വിശ്വസനീയമല്ല എന്നല്ല പറഞ്ഞത്, അത് ഇൻസഫിഷ്യൻ്റ് ആണ്, അത് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൺക്ലൂസീവ് അല്ല. ഇപ്പം തന്നെ മോഹന് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയാണ് മോഹനെ കോടതി വെറുതെ വിട്ടത്. അതിനർത്ഥം മോഹൻ മോഹൻ കുറ്റം ചെയ്തില്ല എന്നല്ല, മോഹനൻ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ ഞങ്ങൾ അപ്പീൽ പോകും എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചന നടന്നു എന്നുള്ളത് ഇവരാണ് CPM ആണ് രാഷ്ട്രീയമായ ഗൂഢാലോചന നടത്തിയത്. കാരണം CPMന് കണ്ണിലെ കരടായി മാറിയിരുന്നു TP ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും മൂലം CPM 4 പഞ്ചായത്തുകളിൽ CPMന് കനത്ത ക്ഷീണമാണ് ഉണ്ടായത്. ആ ക്ഷീണം തീർക്കാൻ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയും ജീവനോടെ ഇരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ കശാപ്പ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തത്
അത് പൊതുസമൂഹം വിശ്വസിക്കുന്ന അങ്ങനെയാണ്. യെസ്, തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇവിടെ എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ഈ കേസ് അന്വേഷണത്തിൽ എവിടെയാണ് തകരാറ് പറ്റിയത്? പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും സംഭവിച്ചോ? തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേസിന്റെ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോഴും ഗൂഢാലോചന തെളിയിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന അത് രണ്ടാക്കി അന്വേഷിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് നിയമപരമായി ഇവിടെ സംഭവിച്ചത്? ഈ കേസിൽ കുറ്റപത്രത്തിൽ 3 തലങ്ങളാണുള്ളത്. ഒന്ന്, ഒരു ക്രിമിനൽ ഗൂഢാലോചന. അതിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ചില ചാനലുകളിലും ഇപ്പോഴും സൂചിപ്പിക്കുന്നത് ഒരു വലിയ ഗൂഢാലോചന ഉണ്ട്, അത് ഇനി അന്വേഷിക്കുമെന്നൊക്കെ. അപ്രകാരം വലുതോ ചെറുതോ എന്നുള്ള ഗൂഢാലോചന ഒന്നേ ഉള്ളൂ. ആ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് ഒരു ആളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സംഘത്തെ ഏൽപ്പിക്കുന്നു. സംഘം അത് ആ ചുമതല പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നു. കൊല നടക്കുന്നു. കൊല നടത്തിയ ശേഷം ആ കൊലയാളികൾക്ക് രക്ഷപ്പെടാനുള്ള വാഹനങ്ങൾ കൊടുക്കുന്നു, അവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവർക്ക് ഒളിത്താവളങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു, അവർക്ക് പിന്നീടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ 3 തലത്തിലാണ് ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ ശേഖരണം നടന്നതും ആ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതും. ഇവിടെ കേസ് വിജയമാണോ പരാജയമാണോ, 76ഉം 12ഉം നമ്മുടെ അനുവാദവും എല്ലാം നോക്കുമ്പോൾ ഈ കേസിൽ ഒരു നിയമവിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടി ഞാനിതിനെ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായിട്ടുള്ള ഒരു അത്യുത്സാഹം കാണിച്ച് പ്രതികളുടെ എണ്ണം കൂട്ടിയതാണ് ഈ കേസിൽ ഇപ്രകാരം ഒരു വിധി വരാനിടയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആക്ച്വൽ എക്സിക്യൂട്ടൻസ് ആരാണോ, അതിപ്പോൾ കുറ്റക്കാരെന്ന കോടതി കണ്ടെത്തിയിരിക്കുന്ന ആളുകളെയും അവരിലേക്ക് മാത്രമായി ഈ തെളിവുകൾ പരിമിതപ്പെടുത്തി അല്ലെങ്കിൽ വിചാരണ പരിമിതപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇത്തരം ഒരു ആക്ഷേപത്തിന് പോലും ഇടയുണ്ടാകുമായിരുന്നില്ല. ഇവിടെ സംഭവിച്ചത് 212-ാം വകുപ്പ് പ്രകാരം ഈ പ്രതികൾ പിന്നീട് പോയി താമസിച്ച സ്ഥലം, അവിടെ മൊബൈൽ ഫോൺ ശേഖരിച്ച സ്ഥലം, ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള എല്ലാ തെളിവുകളും കളക്ട് ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ പ്രതികളുടെ എണ്ണം ആൾ കൂടുമ്പോൾ പാമ്പ് ചാവില്ല എന്നുള്ള തിയറി തന്നെയാണ് ഇതിന് സംഭവിച്ചത്. ഇവിടെ അതേസമയം യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചന എന്ന നിലയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ആ ഗൂഢാലോചനയിലേക്ക് മാത്രം ഒതുങ്ങി നിന്നാൽ പോലും അതും പൊളിഞ്ഞുവല്ലോ, അതും പരാജയപ്പെട്ടുവല്ലോ. എന്തുകൊണ്ടാണ്? പ്രാദേശിക തലത്തിലുള്ള ഗൂഢാലോചനയ്ക്ക് അപ്പുറത്ത് ഒരു വിട്ടയക്കപ്പെട്ട പ്രതിയായിട്ടുള്ള മോഹനൻ മാസ്റ്ററുടെ സംഘടനാപരമായിട്ടുള്ള ചുമതലയിൽ വഹിക്കുന്ന ആ ഭാരവാഹത്തിൻ്റെ നിലവെച്ചുകൊണ്ട് ജില്ലാതലത്തിലുള്ള ഗൂഢാലോചന നടന്നു. ജില്ലാതലത്തിൽ നിന്നും മുകളിൽ നിന്നുള്ള ഒരു ചുമതലയുടെ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഗൂഢാലോചന നടന്നതെല്ലാം പ്രചരിപ്പിക്കാനുള്ള രാഷ്ട്രീയ മാനേജ്മെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം ഒരുപക്ഷെ അനുസരിക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കണം ഈ പ്രോസിക്യൂഷന് ഇപ്രകാരമുള്ള ഒരു പരാജയം ഇതിൽ സംഭവിച്ചത്. യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ, ശേഖരിക്കപ്പെട്ട വസ്തുതകൾ സത്യസന്ധമായി കോടതിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇപ്രകാരം ഒരു ദുര്യോഗം സംഭവിക്കുകയില്ലായിരുന്നു. ഡോക്ടർ ആസാദ്, സത്യസന്ധമായി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ല, പ്രതിപട്ടിക വളരെ വിപുലമായി പോയി എന്നൊക്കെയാണ് അഡ്വക്കേറ്റ് ഉദയഭാനു ചൂണ്ടിക്കാണിക്കുന്നത്. പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോഴും ചില RMP നേതാക്കളെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അല്ല, അത് സംബന്ധിച്ച് ഞാനൊരു നിയമവിദ്യാർത്ഥിയല്ല, ഞാൻ നിയമം പഠിച്ച ആളല്ല. എനിക്കറിയാൻ കഴിയുന്നത് രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ നിയമത്തിൻ്റെ കണ്ണിൽ എങ്ങനെയാണത് ഫ്രെയിം ചെയ്യേണ്ടിയിരുന്നത്, ഒരുപാട് അഭിപ്രായങ്ങൾ നിയമ വിദ്യാർത്ഥികൾക്കിടയിലും നിയമ പണ്ഡിതന്മാർക്കിടയിലും ഉണ്ടാവും. ആ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, അത് തുടരേണ്ടതാണ്. പക്ഷേ നമ്മൾ പ്രാഥമികമായി സാമാന്യ ജനവിഭാഗത്തിന് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഈ കേസ് വധം നടന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊന്നും എടുത്തു നോക്കൂ. വധം നടന്നതിന് ശേഷം CPM എന്താണ് പറഞ്ഞത്? ഈ വധം മറ്റ് പല സംശയങ്ങളിലേക്ക്, ഇസ്ലാം തീവ്രവാദികളുടെ പങ്കാളിലുണ്ടോ എന്ന് അന്വേഷിക്കണം. PC ജോർജ് എന്തിനാണ് തലശ്ശേരിയിൽ വന്നത്? ശെൽവരാജ് എന്തിനാണ് ആ വഴിക്ക് പോയത്? എന്തിനാണ് ഒരു പാർട്ടി ഇത്രയേറെ ആശങ്കകൾ ജനങ്ങളുടെ മുന്നിലേക്കും നിയമത്തിൻ്റെ മുന്നിലേക്കും എടുത്തു വെച്ചത്? എന്തിനാണ് അസ്വസ്ഥത ഉണ്ടാക്കിയത്, കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്? ഒരു കാര്യം ഉറപ്പാണല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ കൂടുതൽ വ്യക്തമായി കണ്ടു. ഇവിടെ പ്രതികളായി പിടിക്കപ്പെട്ടവർക്ക് എല്ലാവിധ സഹായങ്ങളും, അത് നിയമ സഹായമാണ്, ഏറ്റവും നല്ല വക്കീലന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ഏറ്റവും വലിയ നല്ല രീതിയിലുള്ള ഭക്ഷണം, നിയമസഹായം, അവരുടെ വേഷം, എല്ലാ കാര്യത്തിലും അവർ വലിയ സഹായം ചെയ്തു കൊടുക്കുന്നു. അത് ഗൂഢാലോചനയിൽ പങ്കാളികളെന്ന് പിടിക്കപ്പെട്ട നേതാക്കന്മാർക്ക് മാത്രമല്ല, അതിലെ പ്രതികൾക്ക് പോലും ചെയ്തു കൊടുക്കുന്നു. ഒരു കാര്യം വ്യക്തമാണല്ലോ, ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു, രണ്ടാമത് പ്രതികളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഇതിനർത്ഥം എന്താ? കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തെ നമ്മൾ ആദരിക്കുന്നുണ്ടെങ്കിൽ പോലും
എന്തായിരുന്നു ഇതിലൊരു സവിശേഷ താല്പര്യം പാർട്ടിക്ക് ഉണ്ടായത് എന്നൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ടല്ലോ. യെസ് പ്രതികൾക്ക് ശ്രീരാമകൃഷ്ണൻ, പോലും അത് തന്നെയാണ് സഹായം ചോദ്യം. ഇതിന്റെ ആദ്യം മുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരുന്നു. തീവ്രവാദികളാണ് ഈ കൃത്യത്തിൽ പങ്കെടുത്തത് എന്ന വാദം, വ്യവസായിയാണ് എന്ന വാദം, ഇങ്ങനെ നിരന്തരമായ വാദങ്ങൾ CPM ഉയർത്തിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, പി മോഹനന് വേണ്ടി അഭിഭാഷകനെ ഏർപ്പെടുത്തി കൊടുത്തതും പണം ചെലവഴിച്ചതും മനസ്സിലാക്കാം. ഈ കേസിലെ മുഴുവൻ പ്രതികൾക്ക് വേണ്ടിയും അഭിഭാഷകന് പണം ചെലവഴിക്കാനും ആ പാർട്ടി തയ്യാറാകുന്നു എന്ന് വരുമ്പോൾ എന്നോടാണോ? തീർച്ചയായും അതെ. ഒന്നാമത്തെ കാര്യം, ഒരു പാർട്ടിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഒരു കൊലപാതകമോ ഒരു ആക്ഷനോ നടക്കുന്നതെങ്കിൽ ആ ആക്ഷേപം ഉന്നയിക്കാനും ആരോപണം തെളിയിക്കാനും വേണ്ടത് പാർട്ടി അങ്ങനെ സംഘടനാപരമായോ രാഷ്ട്രീയമായോ അത് ഒരു തീരുമാനമെടുത്തിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് തൃശ്ശൂരിൽ കൊലയ്യപ്പെട്ടു, തിരിച്ചും കൊലയ്യപ്പെട്ടു. ഇത് KPCC ആസ്ഥാനത്ത് നിന്ന് ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ ആസൂത്രണം ചെയ്തതാണെന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടില്ല, ഉന്നയിക്കാൻ പോകുന്നുമില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം അത് പ്രാദേശികമായൊരു സംഘർഷത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതിനെ ആ നിലയിൽ തന്നെ കാണുകയും അപലപിക്കുകയും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു നടപടിക്രമമാണ്. അതിന് ആരും എതിരല്ല. പക്ഷേ സംഭവം കഴിഞ്ഞ അന്ന് രാത്രിയിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അന്വേഷണം നടക്കുന്നതിന് മുൻപ് പ്രതികളെ പ്രഖ്യാപിക്കുകയാണ്. കേരള ആഭ്യന്തരമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. DGP, കേരളത്തിലെ പോലീസിൽ ഏറ്റവും വിശ്വസനീയമായ തലപ്പത്തിരിക്കുന്ന DGP പറഞ്ഞതിനെ തിരുത്താൻ ആഭ്യന്തരമന്ത്രി പരസ്യമായി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇതിൽ പലതരം സാധ്യതകളുണ്ട്, ഈ സാധ്യതകളെക്കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല എന്നൊരു സമീപനമാണ് അക്കാലത്ത് പലരും സ്വീകരിച്ചത്. CPIM തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അവ്യക്തതയും ആശയക്കുഴപ്പവും ഉള്ളതുകൊണ്ട് പലതരം സാധ്യതകളെക്കുറിച്ച് CPMൻ്റെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. പല സാധ്യതകളും ഉണ്ടാകാം. ആ സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ച് നിലപാട് സ്വീകരിക്കേണ്ട CPM അല്ല. CPM എന്നെങ്കിലും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഏത് സാധ്യതയെക്കുറിച്ചും നിങ്ങൾ അന്വേഷിക്കണം. കാരണം DGP തന്നെ ഇത്തരം ചില നിലപാടുകൾ പറഞ്ഞതുകൊണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോ, വ്യാവസായിക തർക്കങ്ങളുണ്ടോ, തീവ്രവാദ സംഘടനകളുടെ താല്പര്യമുണ്ടോ, എന്തുകൊണ്ട് ആരാണ് രാത്രി 10:15 അദ്ദേഹത്തിന് ടെലിഫോൺ വന്നത്, എന്തായിരുന്നു അതിൻ്റെ പിറകിലുള്ള ലക്ഷ്യം, ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ സംഘടനാ തീരുമാനം CPIM എടുത്തിട്ടില്ല എന്നത് എത്ര ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ CPIMൻ്റെ ഉന്നത നേതാക്കളെ കൊണ്ടുപോയിട്ട് കൂട്ടിക്കെട്ടി ഈ കേസിൽ എങ്ങനെയെങ്കിലും കുടുക്കി അത് രാഷ്ട്രീയ പ്രചരണത്തിന് ഒരു ആയുധമാക്കി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നത്. ആ പരിശ്രമം ഒന്നാം തരം അസംബന്ധവും ഭാവനയുമായിരുന്നു എന്ന് ശ്രീ അഡ്വക്കേറ്റ് പി ശങ്കരൻ, അങ്ങനെ ഒരു പരിശ്രമം നടന്നിട്ടുണ്ടോ? CPM നേതാക്കളെ ഇതിൽ പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം എന്നതാണ് ആരോപണം. ഈ സംഭവം നടന്നതിന് ശേഷം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കില്ലേ? ഇതൊരു വലിയ കൊലപാതകമാണ്. വലിയ കൊലപാതകം എന്ന് പറഞ്ഞാൽ 51 മാരകമായ വെട്ടുകൾ ഒരു ശരീരത്തിൽ ഏൽപ്പിക്കുക. പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെയാണ് ചന്ദ്രശേഖരനെ കൊന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. ഇതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കണം. ഇവിടെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കപ്പെട്ട പി മോഹനെ ആക്രമിച്ച കേസ്, ആ കേസിൽ കൂറുമാറുകയാണ് മോഹൻ അടക്കമുള്ള ആൾക്കാർ. അപ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇതിന്. ഈ കൊലപാതകത്തിന് ആസൂത്രണം നടക്കുന്നത് വളരെ നേരത്തെയാണ്. ഗൂഢാലോചന നടക്കുന്നത് 3-4 ഘട്ടങ്ങളിലായിട്ടാണ്. അതിന് ഒരു കൊട്ടേഷൻ സംഘത്തെ കൊലപാതകം നടത്താൻ ഏൽപ്പിക്കുകയാണ്. അവരെ എല്ലായിടത്തും ഒളിക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. അവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുകയാണ്. അവർക്ക് മൊബൈൽ ഫോണുകൾ സംഘടിപ്പിക്കുകയാണ്. അവർക്ക് എന്തൊക്കെ ഭൗതികമായ സൗകര്യങ്ങൾ ആവശ്യമുണ്ടോ അവർക്ക് ഷർട്ട് മാറാൻ പുതിയ ഷർട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. എല്ലാം ചെയ്യുന്നത് മാർസിറ്റ് പട്ടിയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് എന്ന് അന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നു. വെറുതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് എഴുതില്ലല്ലോ. ഉപോത്ബലകമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരതൊക്കെ പറയുന്നത്. ഡോക്ടർ ആസാദ്, ഇത് തുടക്കം മുതലേ ഉള്ളതാണ്. CPMനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന രീതിയിൽ താങ്കൾ തന്നെ നേരത്തെ അക്കമിട്ട് നിരത്തി CPMന് ഇതിലുള്ള പങ്ക് സംബന്ധിച്ച സാഹചര്യ തെളിവുകളും സാധ്യതകളും. അല്ല, CPMന് ഇതിൽ നിന്ന് ഇപ്പോൾ ഈ വിധി പ്രകാരം കൂടുതൽ അപായത്തിൽപ്പെട്ടില്ലേ? വ്യക്തമായില്ലേ? അവർ ആരെയാണോ രക്ഷിക്കാൻ ശ്രമിച്ചത് അവരെ മുഴുവൻ ശിക്ഷിക്കപ്പെട്ടു. മുഴുവനില്ലെങ്കിലും 12 പേർ ശിക്ഷിക്കപ്പെടുമ്പോൾ ആരാ? 7 പ്രതികളും പ്രധാന പ്രതികളും ഗൂഢാലോചനക്കാരും ശിക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ഗൂഢാലോചനയിൽ ശിക്ഷിക്കപ്പെടുന്ന ആരൊക്കെയാ? ഒന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവ് കുഞ്ഞനന്ദൻ, പിന്നീട് കോഴിക്കോട് ജില്ലയിൽപ്പെട്ട രാമചന്ദ്രനും മനോജും. ഒന്ന് ആലോചിച്ച് നോക്കിയാലോ, 2 ജില്ലകളിലെ പാർട്ടി നേതാക്കൾ
ഒരു ഗൂഢാലോചന നടത്തുമ്പോൾ അവർ കൂടിയിരിക്കുന്നത് എവിടെയാണ്? 2 ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു ലെനിനിസ്റ്റ് സംഘടനാ തത്വം പാലിക്കുന്ന പാർട്ടിയിൽ 2 ജില്ലയിലെ കമ്മിറ്റികളിൽപ്പെട്ടവർക്ക് ഗൂഢാലോചന നടത്താനുള്ള ഒരു ഇടമേതാണ്? ഒന്നുകിൽ അവർ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തത്വങ്ങളിലല്ല പ്രവർത്തിക്കുന്നുണ്ടാവുക, ആ തത്വങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉപരി കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അത് സാധ്യമല്ല. എന്ന് മാത്രമല്ല, ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ച് നന്നായി. പാർട്ടി അന്വേഷണ കമ്മീഷൻ വെക്കുന്നത് എന്തിനായിരിക്കണം? ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യവും അത് നിയമപരമായ പരിരക്ഷയും ഇരകൾക്ക് കിട്ടണം. അതിനെന്ത് ചെയ്യണം? അവർ കണ്ടെത്തിയത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലും കൊണ്ടുവരണം. അല്ലാതെ ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയല്ല, ഭരണഘടനാ വിരുദ്ധമായി ഒരു കാര്യം അന്വേഷിക്കാനും ഒരു പാർട്ടിക്കും ഒരു ഗ്രൂപ്പിനും ഒരു വ്യക്തിക്കും ഇന്ത്യ രാജ്യത്ത് അധികാരമില്ല. ഇവരെന്ത് അന്വേഷണമാണ് നടത്തിയത്? അവർ അന്വേഷണം നടത്തിയതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു, ഇതുവരെ പറഞ്ഞില്ലെങ്കിലും ഇന്ന് പിണറായി വിജയൻ പറഞ്ഞു കുഞ്ഞനന്തൻ രക്ഷപ്പെടേണ്ടതായിരുന്നു. അതായത് അവരുടെ പാർട്ടി അന്വേഷണത്തിൽ കുഞ്ഞനന്തൻ പ്രതിയല്ല, പാർട്ടി അന്വേഷണത്തിൽ കുഞ്ഞനന്തൻ പ്രതിയല്ല. കോടതിക്ക് തെളിവുകളുണ്ടെങ്കിൽ കോടതിയുടെ തെളിവുകൾ ഇനി പാർട്ടി നോക്കട്ടെ, പാർട്ടി ബാക്കി കൂടി പറയട്ടെ. മറ്റാരൊക്കെയാണ് പ്രതികളല്ലാത്തത്, മറ്റാരൊക്കെയാണ് പ്രതികളാവുന്നത്? പാർട്ടിക്ക് അറിയാമല്ലോ, പാർട്ടിക്ക് അറിയാമെന്നല്ലേ അതിനർത്ഥം. കുഞ്ഞനന്തൻ പെടണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രാമേന്ദ്രൻ പെടണം, മനോജ് പെടണം. നേരത്തെ ഒരു ചാനലിൽ അവരുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഇരുന്ന് പറയുന്നത് കേട്ടു, കുഞ്ഞനന്തനെ മാത്രം രക്ഷിക്കാൻ ഒരു ഉത്സാഹം, പക്ഷെ രാമേന്ദ്രനില്ല, മനോജില്ല. അതിനർത്ഥം എന്താ? പാർട്ടി ഈ കണ്ട കാര്യങ്ങളിൽ മുഴുവൻ അവരെ സഹായിക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ താല്പര്യം, പാർട്ടി തന്നെ ഒരു വ്യക്തിയല്ല. അങ്ങനെ ഞങ്ങളും കാണുന്നില്ല. ഇതിൻ്റെ സംസ്ഥാന നേതാക്കളുടെ പങ്ക് എന്നത് വന്നിട്ടില്ലെങ്കിൽ പോലും പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ളൊരു പാർട്ടി അതിൽ താല്പര്യം കാണിച്ചാൽ അതിനർത്ഥം ഒരു ലെനിസ്റ്റ് സംഘടനാ തത്വം പാലിക്കുന്ന പാർട്ടിയിൽ അതിൻ്റെ ശിരസ്, അതിൻ്റെ കേന്ദ്രം അതിൽ ഇടപെട്ടു എന്ന് തന്നെയാണ്. ആ ഇടപെട്ടില്ല എന്ന് പറയാൻ വേണ്ടി അവർക്ക് ന്യായീകരണം നിർത്താൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറുപടി. ഹലോ, ശ്രീരാമകൃഷ്ണൻ, എന്താണ് ചോദ്യം? ഡോക്ടർ ആസാദ് ഉന്നയിച്ച ആരോപണങ്ങൾ താങ്കൾ കേട്ട് കാണും. പാർട്ടിയുടെ ഉന്നത നേതൃത്വം ഇടപെട്ടാണ് ഈ കേസുകൾ ഒതുക്കാൻ ശ്രമിക്കുന്നതെന്നും പാർട്ടിയുടെ തന്നെ അന്വേഷണത്തിൽ ഇവരെ കുറ്റവിമുക്തരാക്കാനാണ് വ്യഗ്രത കാണിക്കുന്നതെന്നും. അല്ല, ഡോക്ടർ ആസാദിന് അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ പറയുവാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തെ ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഇവിടെ അങ്ങനെ CPM-ൻ്റെ നേതൃത്വമാണിത് പങ്കുവച്ചതെന്നുള്ള നിലയിലെല്ലാം ചിന്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അദ്ദേഹം ആ കൂട്ടത്തിൽ പെടുന്നു. അത് ഖേദകരമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു, CPM-ൻ്റെ 2 സംഘടനാ ഘടകങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുക. ഞങ്ങളുടെ സംഘടനാ രീതിയുടെ പ്രാഥമിക ബോധ്യമുള്ള ആളുകൾക്കറിയാം, 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കോ 2 ലോക്കൽ കമ്മിറ്റി ആളുകൾക്കോ അതൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ സാധ്യതയുമില്ല. എന്നാൽ ഇക്കാര്യത്തിൽ CPM-ൻ്റെ ഉന്നത നേതൃത്വത്തെ കൊണ്ടുപോയി കെട്ടിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമവും പ്രചരണങ്ങളും അതിലെന്തെങ്കിലും ഇപ്പോൾ പ്രോസിക്യൂഷന് പോലും അങ്ങനെ ഒരു ആക്ഷേപമില്ല. പ്രോസിക്യൂട്ടർ പോലും ഇന്ന് പരസ്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമില്ല, ഞങ്ങൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇവിടെ കാണേണ്ട ഒരു കാര്യം, നാട്ടിലൊരു കുഴപ്പം നടന്നു. ആ കുഴപ്പം നടന്ന ആദ്യമായിട്ടല്ല, നിരവധിയായ സംഘടനകളും സംഘർഷങ്ങളും ഒഞ്ചിയം ഭാഗത്ത് ശരിയായതോ തെറ്റായതോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ആ സംഘടനത്തിൻ്റെ ഭാഗമായി അവസാനത്തിൽ ഇങ്ങനെ സംഭവിച്ചു. അത് തെറ്റായിപ്പോയി, അത് പ്രതിലോമപരമായി പോയി, അത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിൽ പ്രതികളെ കണ്ടെത്തുന്നതിലോ അന്വേഷണം നടത്തിയിട്ട് അവർ ആരാണെങ്കിലും അവരുമായിട്ട് ഇനി CPM-ന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, ഏതെങ്കിലും കാലത്ത് CPM-ന് ബന്ധമുണ്ടെങ്കിലോ അത് നടപടി സ്വീകരിക്കണമെന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി ഇത് CPM ഇത് അറിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. എന്നാൽ അതിലൊന്നും തൃപ്തിപ്പെടാതെ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഇത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ആളുകൾ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കൊണ്ടുവരികയും ആ പരിശ്രമം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരു കഥ മെനഞ്ഞുണ്ടാക്കുകയും ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ ആസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇവർ പാർട്ടി നേതാക്കളാണെന്ന്. എങ്ങനെയാണ് ഈ പരൽമീനുകൾ ഇപ്പോൾ സ്രാവുകളായി മാറിയത്? ഇതുവരെ പരൽമീനുകളായി പറഞ്ഞ ആളുകളെ ഇന്ന് രാവിലെ അത്ഭുതകരമായ ഒരു പ്രക്രിയ നടക്കുകയാണല്ലോ, ഇവരൊക്കെ സ്രാവുകളായി മാറി എന്നുള്ള പ്രക്രിയ നടന്നത്. ഞാൻ പറയുന്നത് ശ്രീരാമകൃഷ്ണൻ, 2 ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ ഇടത്തരം നേതാക്കളാണെങ്കിലും താങ്കളുടെ ഭാഷയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പരൽമീനുകളായാലും സ്രാവുകളായാലും, PK കുഞ്ഞനന്തനും KC രാമചന്ദ്രനും ഉൾപ്പെടുന്ന 2 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. അത് CPM നേതാക്കളാണ്. പിന്നെ ഉന്നതമാണോ താഴെയാണോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. ഇതിൽ CPM-ന് ഇതിൽ പങ്കുണ്ട് എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല. അല്ല, നിങ്ങൾ എന്താണ് CPM-ൻ്റെ പങ്കെന്ന് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളും അനുഭാവികളുമുള്ള CPM-ൻ്റെ ജാഥയിൽ പങ്കെടുക്കുകയോ ഏതെങ്കിലും കാലത്ത് ബന്ധമുള്ള ആരെങ്കിലും ചെയ്ത എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും AKG സെൻട്രൽ ആസൂത്രണം ചെയ്തതാണെന്നുള്ള എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് പറയുക?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ നഗരത്തിൽ നടന്ന കൊലപാതകത്തിന് KPCCയുടെ പിന്തുണ ഉണ്ടെന്ന് നിങ്ങൾ പറയണ്ടേ? എങ്ങനെയാണ് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കുറച്ചാളുകൾ ഇന്ന് രാവിലെ തന്നെ പിന്നെ ഇപ്പോൾ കോടതിയിൽ P. മോഹനൻ മാഷയെ സംബന്ധിച്ച് പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാവരും അദ്ദേഹം കുറ്റക്കാരൻ എന്ന് വാർത്ത കൊടുത്തത്? എന്തിനാണ് ഈ അമിതോത്സാഹം? ഈ അമിതോത്സാഹം വളരെ നിഷ്കളങ്കവും നിരുപദ്രവകരവുമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? ഇല്ലല്ലോ. യെസ് ഡോക്ടർ ആസാദ്, അപ്പോൾ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നു എന്ന ആദ്യവാദങ്ങൾ എല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. P. മോഹനൻ പോലും ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ എന്ന വാദത്തിൽ CPM ഉറച്ചു നിൽക്കുന്നു. ആ അർത്ഥത്തിൽ ഏത് തരത്തിലുള്ള ചെറിയ പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ട കേസ് അത് AKG സെന്റർ വരെയുള്ള ഗൂഢാലോചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നതിനുള്ള ആക്ഷേപമാണ്, അതിനുള്ള പ്രതിഷേധമാണ് അവർ പങ്കുവെക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ പോലെ ഏതാനും ചില രാഷ്ട്രീയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ പാർട്ടിക്ക് അത് നേരത്തെ പറയാമല്ലോ. രാമചന്ദ്രനും കുഞ്ഞനന്തനെ പോലെയുള്ള ആളുകൾ വെറും അത്തരം ആളുകളാണ്, അവരെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഞങ്ങൾക്ക് നേരത്തെ സംശയമുണ്ട് എന്ന് പാർട്ടിക്ക് പറയാമല്ലോ. ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പരലാണോ മറ്റാണോ സ്രാവാണോ എന്നില്ല. കേന്ദ്ര നേതൃത്വത്തിന് പങ്കില്ലാതെ 2 ജില്ലാ കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾക്ക് കൂടിയിരിക്കാൻ കഴിയില്ല. അങ്ങനെ കൂടിയിരുന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഇവരിത് ഓപ്പറേറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ഇത് അവർക്ക് മുകളിലുള്ള ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമായിരിക്കും. കൂടുതൽ വിശ്വസ്തരുമായി ചർച്ച ചെയ്തിട്ടുണ്ടാവും. അത് വ്യക്തമാണല്ലോ ഇതിൽ. ഈ കേസിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇനി ഈ കേസ് മേൽക്കോടതിയിൽ എത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആദ്യ 7 പ്രതികൾക്കെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിട്ടില്ല എന്ന സാഹചര്യവും ഉണ്ട്. എങ്ങനെയായിരിക്കും അത് ഈ കേസിനെ ബാധിക്കുക? കേസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേസിൽ ഗൂഢാലോചന കുറ്റം ആദ്യമേ ഉണ്ട്. ഈ ആദ്യ സംഘത്തിൽപ്പെട്ട ആളുകൾ ഗൂഢാലോചന നടത്തുന്നത് ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയെ KK രമ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി KK രമ, ഇപ്പോൾ CBI അന്വേഷണം എന്നത് തന്നെയാണ് താങ്കളുടെ ആവശ്യം? അതെ, തീർച്ചയായിട്ടും CBI ഗൂഢാലോചന ഇപ്പം പുറത്തുവിട്ട ആളുകൾ ഉൾപ്പെടെ വെച്ചൊരു ഗൂഢാലോചന സംബന്ധിച്ച് CBI അന്വേഷണം നേരത്തെ പറഞ്ഞതാണ്. അത് വളരെ ശക്തമായിട്ട് ഒന്നുകൂടി മുന്നോട്ട് വെക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ആ രൂപത്തിൽ തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ വളരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ശ്രീമതി KK രമ, ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘത്തിൽ അതൃപ്തി താങ്കൾക്കുണ്ടായിരുന്നില്ല, RMP നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷനിലും നിങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ വിധി വന്ന ശേഷം CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനിടയുള്ള സാഹചര്യം എന്താണ്? അല്ല, ആ സമയത്ത് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഗൂഢാലോചന സംബന്ധിച്ചുള്ള കാര്യം ഗൂഢാലോചനയിലേക്ക് എത്തിയിട്ടില്ല. P. മോഹനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ആ കേസ് അവിടെ വെച്ചു നിന്നു. അതിന് മുകളിലേക്ക് ഒരല്പം പോലും പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. താഴെ തട്ടിലുള്ള ഗൂഢാലോചനയും അക്കാരെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷെ അതിന് മേലേക്ക് ആലോചന കൊല്ലാൻ വേണ്ടി ആജ്ഞാപിച്ച ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിലേക്ക് ഒരു അന്വേഷണം പോകണം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടത്. പിന്നെ തുടക്കം തന്നെ തൃപ്തി പറയുന്നത് വളരെ കൃത്യമാണത്. കാരണം എന്ന് വെച്ചാൽ ഈ ഇത്ര ഒരു 7 പേരെ ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, കൊലയ്ക്ക് നേരിട്ട് പങ്കെടുത്ത. ഈ ഇത്തരത്തിൽ ഇവർ വളരെ കാലമായി ഇതുപോലുള്ള ക്രിമിനൽ സംഘമാണ്, ഒരുപാട് കൃത്യങ്ങൾ നടത്തുന്ന ആളുകളാണ്. പക്ഷെ ഒരു കേസിൽ പോലും ഇവർ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ഈ കേസിൽ കൃത്യമായി അറസ്റ്റ് ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ അതിസാഹസികമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ കണ്ടെത്താനും വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. പിന്നെ 2 ജില്ലയിലെ ആളുകളും ഇതിൽ പങ്കാളികളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോടതി. അതും പ്രധാനപ്പെട്ട വിജയം തന്നെയാണ്. കാരണം CPMന്റെ പങ്ക് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു. CPM ആണ് ഇത് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് 2 ജില്ലയിലെ ആളുകളുടെ ഇൻവോൾവ്മെന്റ് തെളിഞ്ഞതോടുകൂടി CPMന്റെ പങ്ക് വ്യക്തമായി. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു തരത്തിൽ ആ ഘട്ടം വരെ വിജയമാണ്. പക്ഷെ അതിന് CBI അന്വേഷണത്തിനായി അടുത്ത നടപടി എന്താണ് ആലോചിക്കുന്നത്? അതിശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഗവൺമെന്റ് ആ രൂപത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്ന ഏത് രൂപത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. എന്തായാലും ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിച്ചിരിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി KK രമ ഞങ്ങളോട് സഹകരിച്ചതിന്. അഡ്വക്കേറ്റ് ഉദയഭാനു, ആ നിലയ്ക്ക് CBI അന്വേഷണമാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു CBI അന്വേഷണം കരണീയമാണോ, അത് നിയമപരമായിട്ട് അനുവദനീയമാണോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. കരണീയമാണോ ഇല്ലയോ എന്നൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ചിലപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒത്തുതീർപ്പുകളുടെ എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ വരാതിരിക്കാം. നിയമപരമായി നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. അത് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു കേസിലൊരു വിചാരണ ഗൂഢാലോചനയുടെ ഭാഗത്ത്
ഗൂഢാലോചനയ്ക്ക് ശേഷമുള്ള ആക്ച്വൽ എക്സിക്യൂഷൻ നടപ്പാക്കലിൻ്റെ കാര്യത്തിൽ, നടപ്പാക്കലിന് ശേഷമുള്ള ഒളി സങ്കേതങ്ങൾ, സഹായം ചെയ്യൽ, അങ്ങനെയുള്ള 3 തലങ്ങളിലുള്ള ഒരു പ്രക്രിയ ഈ കൊലപാതകവുമായിട്ട് അന്വേഷണം നടത്തി അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചു. 76ഓളം പേർക്കെതിരെ കുറ്റപത്രം കൊടുത്തു. അതിൽ പിന്നീട് കോടതി ഇപ്പോൾ 12 പേരെ കുറ്റക്കാരെന്ന് കണ്ടു. ഈ ഒരു ഘട്ടത്തിൽ അവരെ ഉദ്ദേശിച്ച ചില ആളുകളിലേക്ക് അത് എത്തിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും കഴിയുന്നില്ലല്ലോ. അപ്രകാരം ഒരു തെളിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നിലവിലുള്ള വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാമായിരുന്നല്ലോ. രാഷ്ട്രീയമായിട്ട് ഗവൺമെൻറ് ഒരുപക്ഷെ തീരുമാനമെടുക്കുന്ന കാര്യത്തിലോ ഒക്കെ ഒരുപക്ഷെ വൈകിക്കാണും. പക്ഷേ കോടതിയുടെ മുമ്പിൽ എത്തിക്കുന്ന കാര്യത്തിലോ കോടതിയെ കൊണ്ട് അപ്പുറം തീരുമാനമെടുപ്പിക്കുന്ന കാര്യത്തിലോ എന്തുകൊണ്ട് വന്നില്ല? അത് സൂചിപ്പിക്കുന്നത് താങ്കളാണ് അതിന് മറുപടി പറയേണ്ടത്. അതെ, ഉദയഭാനു എന്താണ് എന്ന് ഉദയഭാനു തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉദയഭാനു നിയമപണ്ഡിതനൊക്കെയാണ്, പക്ഷേ ആ കേസിൻ്റെ കുറ്റപത്രം അദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ആ കേസ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്താ? ആ കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അത് നിർത്തുന്നത്. ഒരർത്ഥത്തിൽ ആ കേസിൽ ഗൂഢാലോചന കൂടുതൽ അന്വേഷിക്കണമെന്ന് ഇന്നോ ഇന്നലെയോ അല്ല RMP ആവശ്യപ്പെടുന്നത്. RMP കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അത് അന്വേഷണം വേണമെന്ന്. പക്ഷേ ഈ കേസിന് സ്റ്റേ ഇത് നിർത്തിവെക്കും വിധം ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് പോയില്ല എന്നാണ് ഉദയഭാനു ചോദിക്കുന്നത്. ഹൈക്കോടതിയിൽ പോകുന്ന പോലെ വളരെ പ്രധാനമാണ് രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയത്തിൽ കാര്യങ്ങൾ പറയുന്നത്. സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണം. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്ത സാഹചര്യം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നതാണോ കോൺഗ്രസിന്റെയും ആവശ്യം? CBI അന്വേഷണം തന്നെയാണോ? അല്ല, ഇത് നയപരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭരണ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് P. ശങ്കരൻ, ഒപ്പം ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, ഡോക്ടർ ആസാദ്, അഡ്വക്കേറ്റ് ഉദയഭാനു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം KK രമയ്ക്കും. ഇതോടെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.